പ്രപഞ്ചം, എണ്ണിയാലൊതുങ്ങാത്ത കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളെയെല്ലാം നിരന്തരം വലംബിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും. ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ചെറുതും വലുതുമായ ധാരാളം ഗാലക്സികൾ. ഈ ഗാലക്സികളെ ഉൾക്കൊള്ളുന്ന ഗാലക്സി ഗ്രൂപ്പുകൾ. പ്രപഞ്ചത്തിൽ ഇവയെല്ലാം നിശ്ചലമായിട്ടാണോ നിൽക്കുന്നത്? നമ്മുടെ ഭൂമിയും മറ്റു ഗ്രഹങ്ങളും നിരന്തരം സൂര്യനെ വലംബിക്കുകയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ സൂര്യനും സൗരയൂഥം മുഴുവനും ആകാശഗംഗയുടെ മധ്യഭാഗത്തെ വലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ മാത്രമല്ല, ആകാശഗംഗയും സെക്കൻഡിൽ 630 കിലോമീറ്റർ വേഗതയിൽ ബഹിരാകാശത്തുകൂടെ കുതിച്ചു പായുകയാണ്. ഇതുപോലെ തന്നെ ആകാശഗംഗയ്ക്ക് സമീപത്തുള്ള ധാരാളം ഗാലക്സികളും. ഇവയെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നിഗൂഢ പ്രദേശത്തെ ലക്ഷ്യമാക്കിയാണ്. ഇവയുടെ വേഗതയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഇവയെല്ലാം തന്നിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അദൃശ്യ ശക്തി അവിടെയുണ്ട്. ദ ഗ്രേറ്റ് അട്രാക്ടർ എന്ന് പേര് നൽകിയിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഈ അദൃശ്യ ശക്തി യഥാർത്ഥത്തിൽ എന്തായിരിക്കും? നമ്മുടെ ഭൂമി സ്വയം ഭ്രമണം ചെയ്തുകൊണ്ട് സൂര്യനെ പരിക്രമണം ചെയ്യുകയാണ് എന്ന് നമുക്കറിയാം. സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളും ഇതുപോലെ തന്നെയാണ്. ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമി അച്ചുതണ്ടിൽ 23.5 ഡിഗ്രി ചെരിഞ്ഞ് മണിക്കൂറിൽ 1600 കിലോമീറ്റർ വേഗതയിലാണ് സ്വയം ഭ്രമണം ചെയ്യുന്നത്. ഇത്രത്തോളം വേഗതയിൽ ഒരു തവണ കറങ്ങി വരുന്നതിന് ഭൂമിക്ക് വേണ്ടി വരുന്നത് 23 മണിക്കൂറുകളും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. ഇങ്ങനെ സ്വയം ഭ്രമണം ചെയ്തുകൊണ്ട് ഭൂമി മണിക്കൂറിൽ 1,07,000 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യനെ ചുറ്റും വലം വയ്ക്കുന്നത്. ഇതുപോലെ ഒരു തവണ സൂര്യനെ വലം വെച്ച് വരുന്നതിന് ഭൂമിക്ക് വേണ്ടി വരുന്നത് 365 ദിവസങ്ങളും 6 മാസവും 9 മിനിറ്റുമാണ്. ഇനി സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ വേഗത നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറുതും സൂര്യൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നതുമായ സൗരയൂഥത്തിലെ ഒന്നാമത്തെ ഗ്രഹമാണ് മെർക്കുറി എന്ന ബുധൻ. ബുധൻ്റെ ഭ്രമണവും പരിക്രമണവും മറ്റു ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ദീർഘവൃത്താകൃതിയായ പാതയാണ് ബുധൻ്റേത്. ഈ ഒരു പാതയിലൂടെ മെർക്കുറി സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്നത് സെക്കൻഡിൽ 47 കിലോമീറ്റർ വേഗതയിലാണ്. ഇത്ര വേഗതയിൽ ഒരു തവണ സൂര്യനെ വലം വെച്ച് തീർക്കുന്നതിന് ബുധന് വേണ്ടി വരുന്നത് 88 ദിവസങ്ങളാണ്. എന്നാൽ മെർക്കുറിക്ക് തൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ സ്വയം ഭ്രമണം ചെയ്ത് തീർക്കുന്നതിന് 59 ദിവസങ്ങൾ വേണ്ടിവരും. അടുത്തത് വീനസ് എന്ന ശുക്രനാണ്. ഭൂമിയും മറ്റെല്ലാ ഗ്രഹങ്ങളും തങ്ങളുടെ അച്ചുതണ്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്വയം ഭ്രമണം ചെയ്യുന്നത്. ഇവയിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമായി ശുക്രൻ കറങ്ങുന്നത് ഘടികാര ദിശയിൽ അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതും മണിക്കൂറിൽ 6.5 കിലോമീറ്റർ മാത്രം വേഗതയിൽ. ഇത്ര ചെറിയ വേഗതയിൽ ശുക്രൻ ഒരു തവണ ഭ്രമണം ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി വരുന്നത് 243 ദിവസങ്ങളാണ്. ഇത്ര പതിയെ സ്വയം ഭ്രമണം ചെയ്തുകൊണ്ട് ശുക്രൻ സൂര്യനെ വലം വയ്ക്കുന്നത് മണിക്കൂറിൽ 1,26,077 കിലോമീറ്റർ വേഗതയിലാണ്. അതും വെറും 225 ദിവസങ്ങൾ കൊണ്ട്. ശുക്രൻ്റെ ഒരു ദിവസത്തെ ദൈർഘ്യം ഒരു വർഷത്തേക്കാൾ കൂടുതലാണ് എന്നതാണ് ഏറ്റവും വിചിത്രം. അടുത്തത് മാർസ് എന്ന ചൊവ്വയാണ്. നമ്മുടെ അയൽക്കാരനായ ചൊവ്വ മണിക്കൂറിൽ 866 കിലോമീറ്റർ വേഗതയിലാണ് സ്വയം ഭ്രമണം ചെയ്യുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിന് ചൊവ്വയ്ക്ക് വേണ്ടി വരുന്നത് ഏകദേശം നമ്മുടെ ഭൂമിയുടെ അത്ര തന്നെ സമയമാണ്. അതായത് 24 മണിക്കൂറും 34 മിനിറ്റും. ഇത്രയും വേഗതയിൽ സ്വയം ഭ്രമണം ചെയ്തുകൊണ്ട് സൂര്യനെ വലം വയ്ക്കുന്നത് മണിക്കൂറിൽ 86,871 കിലോമീറ്റർ വേഗതയിലാണ്. ചൊവ്വയ്ക്ക് ഒരു തവണ സൂര്യനെ വലം വെച്ച് തീർക്കുന്നതിന് ഭൂമിയിലെ 687 ദിവസങ്ങൾ വേണ്ടിവരും. അടുത്തത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വാതക ഭീമൻ ജൂപ്പിറ്റർ എന്ന വ്യാഴമാണ്. സൗരയൂഥത്തിൽ ഏറ്റവും വേഗതയിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം. മണിക്കൂറിൽ ഏകദേശം 43,000 കിലോമീറ്റർ വേഗതയിലാണ് വ്യാഴം സ്വയം ഭ്രമണം ചെയ്യുന്നത്. ഇത്ര വേഗതയിൽ ഒരു തവണ ഭ്രമണം ചെയ്യുന്നതിന് വ്യാഴത്തിന് വേണ്ടി വരുന്നത് വെറും 9 മണിക്കൂറുകളും 56 മിനിറ്റും മാത്രമാണ്. ഇത്ര വേഗതയിൽ ഒരു പമ്പരം പോലെ കറങ്ങുന്ന വ്യാഴം സൂര്യനെ വലം വയ്ക്കുന്നത് മണിക്കൂറിൽ 47,051 കിലോമീറ്റർ വേഗതയിലാണ്. ഭൂമിയിലെ 4,333 ദിവസങ്ങളെടുക്കും വ്യാഴത്തിന് ഒരു തവണ സൂര്യനെ വലം വെച്ച് തീർക്കുവാൻ. അതായത് വ്യാഴത്തിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ ഏകദേശം 12 വർഷങ്ങളാണ്.
അടുത്തത് സൗരയൂഥത്തിലെ സുന്ദരമായ വലയങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സാറ്റേൺ എന്ന ശനിയാണ്. വാതക ഭീമനായ ശനിയും വളരെ വേഗതയിൽ തന്നെയാണ് സ്വയം ഭ്രമണം ചെയ്യുന്നത്. മണിക്കൂറിൽ 36,840 കിലോമീറ്റർ വേഗതയിൽ. ഇത്ര വേഗതയിൽ സ്വയം ഭ്രമണം ചെയ്ത് തീരുന്നതിന് ശനിക്ക് വേണ്ടിവരിക വെറും 10 മണിക്കൂറുകൾ മാത്രമാണ്. അതായത് ശനിയിലെ ഒരു ദിവസം. ശനി സൂര്യനെ വലം വയ്ക്കുന്നത് മണിക്കൂറിൽ 34,821 കിലോമീറ്റർ വേഗതയിലാണ്. ഏകദേശം ഭൂമിയിലെ 29.5 വർഷങ്ങളോളം എടുക്കും ഒരു തവണ ശനിക്ക് സൂര്യനെ പരിക്രമണം ചെയ്ത് തീർക്കുവാൻ. അടുത്തത് സൗരയൂഥത്തിലെ മൂന്നാമത്തെ വലിയ ഗ്രഹമായ തണുത്തുറഞ്ഞ യുറാനസ് ആണ്. ഈ തണുത്ത ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഭ്രമണപഥവും സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്ന രീതിയുമാണ്. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും നിവർന്ന് അല്പം ചരിഞ്ഞ് അച്ചുതണ്ടിൽ ഒരു പമ്പരത്തെ പോലെയാണ് കറങ്ങുന്നത്. എന്നാൽ ഇവയിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമായി യുറാനസ് തൻ്റെ അച്ചുതണ്ടിൽ 98 ഡിഗ്രി ചെരിഞ്ഞ് സൂര്യനു ചുറ്റും ഉരുളുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യുറാനസ് തൻ്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത് മണിക്കൂറിൽ 9,327 കിലോമീറ്റർ വേഗതയിലാണ്. ഏകദേശം ഭൂമിയിലെ വെറും 17 മണിക്കൂറുകൾ കൊണ്ട് യുറാനസ് ഒരു തവണ ഭ്രമണം ചെയ്തു തീരും. ഇതുപോലെ സൂര്യനെ വലം വയ്ക്കുന്നത് മണിക്കൂറിൽ 24,607 കിലോമീറ്റർ വേഗതയിലാണ്. ഒരു തവണ സൂര്യനെ വലം വെച്ച് തീർക്കുന്നതിന് യുറാനസിന് വേണ്ടി വരുന്നത് ഭൂമിയിലെ 84 വർഷങ്ങളാണ്. അടുത്തത് സൗരയൂഥത്തിൽ ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ. മണിക്കൂറിൽ 9,648 കിലോമീറ്റർ വേഗതയിലാണ് ഈ തണുത്തുറഞ്ഞ ലോകം തൻ്റെ അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുന്നത്. ഏകദേശം 16 മണിക്കൂറുകൾ കൊണ്ടാണ് നെപ്റ്റ്യൂൺ തൻ്റെ ഭ്രമണം ഒരു തവണ പൂർത്തിയാക്കുന്നത്. ഭൂമിക്ക് സമാനമാണ് നെപ്റ്റ്യൂണിൻ്റെ അച്ചുതണ്ടിൻ്റെ ചെരിവ്, അതായത് 28.32 ഡിഗ്രി. ഇത്ര വേഗതയിൽ സ്വയം ഭ്രമണം ചെയ്തുകൊണ്ട് നെപ്റ്റ്യൂൺ സൂര്യനെ വലം വയ്ക്കുന്നത് 19,548 കിലോമീറ്റർ വേഗതയിലാണ്. ഭൂമിയിലെ 165 വർഷങ്ങളോളം സമയമെടുത്താണ് ഒരു തവണ നെപ്റ്റ്യൂണിന് സൂര്യനെ വലം വെച്ച് തീർക്കാൻ സാധിക്കുന്നത്. അടുത്തത് കണ്ടെത്തിയ സമയത്ത് സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായും ഏറ്റവും ചെറിയ ഗ്രഹമായും എല്ലാം പരിഗണിച്ചിരുന്നിട്ട് പിന്നീട് ഒരു കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തപ്പെട്ട പ്ലൂട്ടോയാണ്. മണിക്കൂറിൽ 47 കിലോമീറ്റർ വേഗതയിലാണ് പ്ലൂട്ടോ തൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത്. ഇതുപോലെ ഒരു തവണ കറങ്ങി വരുന്നതിന് പ്ലൂട്ടോയ്ക്ക് വേണ്ടി വരിക ഭൂമിയിലെ 6.5 ദിവസങ്ങളാണ്. സൂര്യനിൽ നിന്നും 600 കോടി കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിലൂടെ പ്ലൂട്ടോ സൂര്യനെ വലം വയ്ക്കുന്നത് 16,920 കിലോമീറ്റർ വേഗതയിലാണ്. ഇത്ര വേഗതയിൽ ഒരു തവണ സൂര്യനെ വലം വെച്ച് തീർക്കുന്നതിന് ഭൂമിയിലെ 248 വർഷങ്ങൾ വേണ്ടിവരും. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹവും സ്വയം ഭ്രമണം ചെയ്യുന്നതും സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതും എത്രമാത്രം വേഗതയിലാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും തങ്ങളുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുന്നത് പോലെ തന്നെ സൂര്യനും ഭ്രമണം ചെയ്യുന്നുണ്ട്. മണിക്കൂറിൽ ഏകദേശം 7,189 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സ്വയം ഭ്രമണം ചെയ്യുന്നത്. ഇത്ര വേഗതയിൽ ഒരു തവണ ഭ്രമണം ചെയ്ത് തീർക്കുന്നതിന് സൂര്യന് ശരാശരി 27 ദിവസങ്ങൾ വേണ്ടിവരും. സൂര്യന് ചുറ്റിലും സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും എത്രമാത്രം വേഗതയിലാണ് വലം വയ്ക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സൂര്യനോ? സൂര്യൻ ഒരു പ്രദേശത്ത് തന്നെ നിലനിൽക്കുകയല്ല ചെയ്യുന്നത്, നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യനോടൊപ്പം നമ്മളടക്കം സൗരയൂഥം മുഴുവനും. അതായത് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതോടെ നമ്മുടെ സഞ്ചാരം അവസാനിക്കുന്നില്ല. സൂര്യനും സൗരയൂഥം മുഴുവനും ആകാശഗംഗയുടെ മധ്യഭാഗത്തെ നിരന്തരം വലം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൗരയൂഥം മുഴുവൻ മണിക്കൂറിൽ ഏകദേശം 8,28,000 കിലോമീറ്റർ വേഗതയിലാണ് ഗ്യാലക്സിയുടെ മധ്യഭാഗത്തെ വലം വയ്ക്കുന്നത്. ഇത്ര വേഗതയിൽ മിൽക്കി വേയെ ഒരു തവണ വലം വെച്ച് തീർക്കുന്നതിന് സൗരയൂഥത്തിന് വേണ്ടി വരിക ഭൂമിയിലെ ഏകദേശം 225 മുതൽ 250 വരെ ദശലക്ഷം വർഷങ്ങളാണ്. അതായത് മനുഷ്യരാശി ഭൂമിയിൽ പിറവിയെടുത്തതിൽ പിന്നെ ഒരു തവണ നമ്മൾ മിൽക്കി വേയെ വലം വെച്ച് തീർത്തിയിട്ടേയില്ല. സൗരയൂഥം ക്ഷീരപഥത്തിൻ്റെ മധ്യഭാഗത്തെ ഒരു തവണ വലം വെച്ച് തീർക്കുന്ന ഈ സമയത്തെ ഗ്യാലറ്റിക് ഇയർ അഥവാ കോസ്മിക് വർഷം എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ സഞ്ചാരം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. സൗരയൂഥം മിൽക്കി വേയെ വലം വയ്ക്കുന്നത് പോലെ മിൽക്കി വേയും നിരന്തരം ബഹിരാകാശത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രത്തോളം വേഗതയിൽ. നമ്മുടെ ഗ്യാലക്സി പാഞ്ഞു പോകുന്നത് മണിക്കൂറിൽ 22,68,000 കിലോമീറ്റർ വേഗതയിലാണ്. അതായത് 1,00,000 പ്രകാശവർഷത്തോളം വിസ്തൃതിയുള്ള നമ്മുടെ ഗ്യാലക്സിയിൽ ഉൾക്കൊള്ളുന്ന 40,000 കോടി നക്ഷത്രങ്ങളും അവയുടെ 10 മടങ്ങ് വരുന്ന ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളുമെല്ലാം ഈ ബഹിരാകാശത്തിലൂടെ ഇത്രത്തോളം വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
നമ്മുടെ ഭൂമിയും സൗരയൂഥത്തിലെ സകല വസ്തുക്കളും സൂര്യന് ചുറ്റിലും നിലനിൽക്കുന്നതിനുള്ള കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതുപോലെ തന്നെ ഇത്രത്തോളം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം ആകാശഗംഗയിൽ നിലനിൽക്കുന്നതിനുള്ള കാരണവും ഇതേ ഗുരുത്വാകർഷണ ബലം തന്നെയാണ്. 1980കളുടെ തുടക്കത്തിലാണ് നമ്മുടെ ഗാലക്സി ഇതുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നീട് നടത്തിയ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത് നമ്മുടെ ഗാലക്സി മാത്രമല്ല, ഗാലക്സിക്ക് ചുറ്റിലുമുള്ള ആയിരക്കണക്കിന് ഗാലക്സികൾ ഒരേ ദിശയിൽ ഒരൊറ്റ ലക്ഷ്യസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. മിൽക്കി വേയിൽ നിന്നും 25 കോടി പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള പ്രപഞ്ചത്തിലെ ഒരു പ്രത്യേക പ്രദേശത്തേക്കാണ് ഇവയെല്ലാം സഞ്ചരിക്കുന്നത്. അതായത് ആ ഒരു പ്രദേശത്തുള്ള ഒരു അജ്ഞാത ശക്തി ആയിരക്കണക്കിന് ഗാലക്സികളെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം വലിപ്പമുള്ള ഈ ഗാലക്സികളെ തന്നിലേക്ക് ആകർഷിക്കണം എങ്കിൽ അതിൻ്റെ മാസ് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഒരുപാട് വലുതായിരിക്കും. ഓസ്ട്രേലിയയിലെ പാർസ് ടെലസ്കോപ്പിലൂടെയുള്ള നിരന്തരമായ നിരീക്ഷണങ്ങളുടെ ഫലമായി നമുക്കൊരിക്കലും നേരിട്ട് കാണുവാൻ സാധിക്കാത്ത ഒരു പ്രദേശത്തേക്കാണ് മിൽക്കി വേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി. ഇത്രത്തോളം ഗാലക്സികളെ തന്നിലേക്ക് ശക്തമായി അട്രാക്റ്റ് ചെയ്യുന്ന ഈ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേര് ദ ഗ്രേറ്റ് അട്രാക്ടർ എന്നാണ്. ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മിൽക്കി വേയും സമീപത്തുള്ള ഗാലക്സികളെയും ഉൾക്കൊള്ളുന്ന വെർഗോ സൂപ്പർ ക്ലസ്റ്ററിനെയും ഇതേപോലെയുള്ള മറ്റ് ധാരാളം സൂപ്പർ ക്ലസ്റ്ററുകളെയും ഉൾക്കൊള്ളുന്ന ലനേക്കൻ സൂപ്പർ ക്ലസ്റ്ററിലെ ഒരു വലിയ പ്രദേശത്താണ്. ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പഠിക്കുവാൻ നമുക്ക് ആദ്യം അത്ര എളുപ്പമായിരുന്നില്ല. കാരണം നമുക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു ഭാഗത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം നിലനിൽക്കുന്നത് മിൽക്കി വേയിൽ നമ്മുടെ ഭൂമിയും സൗരയൂഥവും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ നേരെ മറുവശത്താണ്. മിൽക്കി വേയുടെ മധ്യഭാഗത്ത് ധാരാളം നക്ഷത്രങ്ങളും വാതകങ്ങളും മറ്റ് ബഹിരാകാശ വസ്തുക്കളുമെല്ലാം കൂട്ടം കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മിൽക്കി വേയുടെ ഈ മധ്യഭാഗം മൂലം അതിൻ്റെ മറുവശത്തുള്ള കുറേ ഭാഗങ്ങൾ നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് കാണുവാൻ സാധിക്കില്ല. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ മൂലം നമുക്ക് കാണുവാൻ സാധിക്കാത്ത ഈ പ്രദേശങ്ങളെയാണ് സോൺ ഓഫ് അവോയ്ഡൻസ് അഥവാ സോൺ ഓഫ് ഗാലക്റ്റിക് ഒബ്സ്ക്യുറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ദ ഗ്രേറ്റ് അട്രാക്ടർ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തുള്ള വസ്തുക്കളിൽ നിന്നും പ്രകാശം നമ്മിലേക്ക് എത്താത്തത് കൊണ്ടാണ് അവിടെയുള്ള വസ്തുക്കളെ നമുക്ക് കാണുവാൻ സാധിക്കാത്തത്. എന്നാൽ അവിടെ നിന്നും വരുന്ന എക്സ്റേ കിരണങ്ങളിൽ നിന്നും അവിടെയുള്ള വസ്തുക്കളെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാലങ്ങൾ കഴിയുന്തോറും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ടെലസ്കോപ്പുകൾ നിർമ്മിച്ചു. അങ്ങനെ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്തു നിന്നും വരുന്ന എക്സ്റേ കിരണങ്ങളെ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ടെലസ്കോപ്പുകൾ ഇന്ന് നമുക്കുണ്ട്. അങ്ങനെ വർഷങ്ങളായുള്ള നിരീക്ഷണങ്ങളുടെ ഫലമായി ആയിരക്കണക്കിന് ഗാലക്സികളെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഈ ഗ്രേറ്റ് അട്രാക്ടർ എന്ന അദൃശ്യ ശക്തി എന്താണെന്ന് കണ്ടെത്തി. ക്ലസ്റ്റേഴ്സ് ഇൻ ദ സോൺ ഓഫ് അവോയ്ഡൻസ് എന്ന സർവേയിലൂടെ ശാസ്ത്രലോകം കണ്ടത് ദ ഗ്രേറ്റ് അട്രാക്ടറിൻ്റെ സ്ഥാനത്ത് ഹൈഡ്രോ ആൻഡ് സെൻഡ്യൂറൻ സൂപ്പർ ക്ലസ്റ്റർ അഥവാ ഹൈഡ്രോ സെൻഡ്യൂറൻ സൂപ്പർ ക്ലസ്റ്റർ എന്ന വലിയൊരു സൂപ്പർ ക്ലസ്റ്ററിനെ ആയിരുന്നു. അതോടെ അന്നേ വരെ ശാസ്ത്രലോകം കരുതിയിരുന്നതിൻ്റെ 1/10 മാത്രമേ ഉള്ളൂ ദ ഗ്രേറ്റ് അട്രാക്ടർ എന്നവർക്ക് മനസ്സിലായി. അതായത് നമ്മുടെ സൂര്യൻ്റെ 10 ലക്ഷം കോടി മാസ് മാത്രം. ഇത്രത്തോളം മാസ് മാത്രമുള്ള ഗ്രേറ്റ് അട്രാക്ടറിന് ഒരിക്കലും വലിപ്പം കൂടിയ ആയിരക്കണക്കിന് ഗാലക്സികളെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ സാധിക്കുകയേയില്ല. ഇതിനപ്പുറം സ്ഥിതി ചെയ്യുന്ന ഷേപ്ലി മെഗാ ക്ലസ്റ്ററും അതിൻ്റെയും അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ബെല മെഗാ ക്ലസ്റ്ററും ഈ ഗ്രേറ്റ് അട്രാക്ടറിനെ അടക്കം ഗാലക്സികളെ മുഴുവൻ ആകർഷിക്കുന്നുണ്ട്. ഈ പഠനങ്ങൾക്കിടയിൽ 2020 ജൂലൈ മാസം സോൺ ഓഫ് അവോയ്ഡൻസിൽ 70 കോടി പ്രകാശവർഷത്തോളം വിസ്തൃതിയിൽ നീണ്ടുകിടക്കുന്ന സൗത്ത് പോൾ വാൾ എന്ന് പേരിട്ടിരിക്കുന്ന അത്ഭുതകരമായൊരു കാഴ്ച ഗവേഷകർ കണ്ടു. ഒരുപാട് വലിപ്പം കൂടിയ ഒരു മതില് പോലെ ധാരാളം നക്ഷത്രങ്ങളും വാതകങ്ങളും മറ്റ് ബഹിരാകാശ വസ്തുക്കളും എല്ലാം നിറഞ്ഞ വിചിത്രമായൊരു പ്രദേശം. പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും ഇത്ര നീളം കൂടിയ വിചിത്രമായ ഇതുപോലൊരു രൂപം നമ്മൾ കണ്ടെത്തിയിട്ടേയില്ല. ഇതെങ്ങനെയായിരിക്കും രൂപം കൊണ്ടത് എന്ന് നമുക്കറിയില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത എത്രമാത്രം അത്ഭുതകരമായ കാഴ്ചകളാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.